الله ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയ വ്യൂസ് ഒന്നും വന്നിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് 10 വർഷത്തോളം PCOD PCOSന്റെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് എനിക്ക് രണ്ടാമതും മൂന്നാമതും കുട്ടികൾ ഉണ്ടായത് എന്നും അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എൻ്റെ തടി ഞാൻ എങ്ങനെയാണ് കുറച്ചത്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അത് നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പിൻ ചെയ്തിട്ട് വെക്കാം. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ആ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എത്ര തന്നെ കുറേ ദിക്റ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടും നമ്മൾ എത്രത്തോളം ദുആ ചെയ്തിട്ടും നമ്മൾ നിസ്കാരം കള്ളാക്കിയിട്ട് എന്ത് തന്നെ ചെയ്തിട്ടും പഠിച്ചോ ചിലപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം തന്നു വരില്ല. എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി കുറേ ദുആ ചെയ്തു, കുറേ സ്വലാത്ത് ചൊല്ലിയിട്ട് നിസ്കാരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവരും നിസ്കാരത്തെ ഗൗരവമായിട്ട് തന്നെ കാണാം. ഇനിയിപ്പോൾ കുറേ വർഷത്തോളം നമ്മൾ നിസ്കാരം കള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കണക്ക് കൂട്ടിയിട്ട് കള്ളാവ് വീട്ടേണ്ടത്, എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടതെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ആ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരുപാട് കാലം നിസ്കാരം കള്ളായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വട്ടം വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ചിട്ട് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, മറുപടി അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എന്നൊന്ന് സൂചിപ്പിക്കണം. നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിട്ട് സൂചിപ്പിച്ചാൽ അത് എനിക്ക് തിരുത്താനായിട്ട് പറ്റും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നിസ്കാരം കള്ളായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തെ നിസ്സാരമായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രായപൂർത്തിയായിട്ട് അന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള എല്ലാ നിസ്കാരങ്ങളും നമുക്ക് നിർബന്ധമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ. സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ അശുദ്ധിയുള്ള സമയത്ത് മാത്രമാണ് നിസ്കാരം ഹറാമായിട്ടുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് നിസ്കാരം എന്താണ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നിസ്കാരങ്ങൾ കള്ളായിട്ടുണ്ടാവും. ഞാനും ഒരുപാട് നിസ്കാരങ്ങൾ കള്ളാക്കിയിട്ട് ആളും തന്നെയാണ്. ഞാൻ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരാളെന്നല്ല കേട്ടോ. ഒരുപാട് വർഷത്തെ കണക്കുകൾ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ എന്തായാലും അതിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ നിസ്കാരം കള്ളാവ് വീട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ പഠിച്ചവനോട് തൗബ ചെയ്തിട്ട് പൊറുക്കലിനെ തേടുക. ഇപ്പോൾ പുതുവർഷത്തിലാണ്, നമ്മളിപ്പോൾ 15-16 ദിവസമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും സാരില്ല. 1-ാം തീയതി മുതൽ കള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വേഗം കള്ളായതൊക്കെ വേഗം നിസ്കരിച്ച് വിടാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരിക്കലും ഈ ഒരു വർഷം തൊട്ട് ഇനി ഒരു ദിവസം പോലും ഞാൻ നിസ്കാരം കള്ളാക്കൂല എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ തൗബ ചെയ്യില്ല. കാരണം നമ്മൾ ഈ കള്ളായി പോയ നിസ്കാരങ്ങളൊക്കെ നമ്മൾ കള്ളാവ് വീട്ടിയെടുക്കുന്ന ഒരു സമയം നമുക്ക് നമ്മൾ ജീവനോടെ ഉണ്ടാവും, നമുക്ക് യാതൊരു ഉറപ്പില്ല. അപ്പോൾ ആദ്യം തന്നെ തൗബ ചെല്ലാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഓരോ ഫർള് നിസ്കാരത്തിന്റെ കൂടെ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ കള്ളാവ് വീട്ടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി കള്ളാവ് വീട്ടുന്ന നിസ്കാരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിലാക്കിയിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ഓരോ നിസ്കാരങ്ങൾ കള്ളാവ് വീട്ടുമ്പോൾ അതിന് നേരെ ടിക്കറ്റ് കൊടുക്കുന്ന രീതിയാണ്. അതേ രീതിയിൽ നമ്മൾ നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതി അടയാളപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ നിസ്കാരം കള്ളാവ് വീട്ടിയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിക്ക് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ട് ഞാനിവിടെ 3 തരം ആൾക്കാരായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തത് പുരുഷന്മാരാണ്, രണ്ടാമത്തത് പ്രസവിക്കാത്ത സ്ത്രീകളാണ്, മൂന്നാമത്തത് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളാണ്. പുരുഷന്മാരുടെ കാര്യം ആദ്യം നോക്കാം. പുരുഷന്മാർക്ക് നമ്മൾ സ്ത്രീകൾ പോലെ ഹൈലോ നിഫാസോ ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിസ്കാരം ഹറാമായ സന്ദർഭങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്കറിയുന്നത്. പുരുഷന്മാർക്ക് എല്ലാ നിസ്കാരം എങ്ങനെ ഇപ്പോൾ കുറേ വർഷത്തോളം നിസ്കാരം കള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായപൂർത്തിയായത് ഏത് വർഷമാണെന്ന് നോക്കുക. ആ വർഷം മുതൽ ഇന്നേ വരെയുള്ള നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വർഷത്തിലാണോ പ്രായപൂർത്തിയായത് ആ വർഷം ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങുക. എന്നിട്ട് അതിന്റെ താഴേക്ക് ഓരോ വർഷങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം എല്ലാ വർഷത്തിലും എത്ര ദിവസങ്ങൾ ഉണ്ട് നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ എടുക്കുക, മൊബൈൽ കലണ്ടർ ഉണ്ടാവുമല്ലോ, ഏത് വർഷത്തെ കലണ്ടർ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഏത് വർഷത്തിലാണോ നമുക്ക് പ്രായപൂർത്തിയായിട്ടുള്ളത് നോക്കുക. എന്നിട്ട് ഒരു നോട്ട് പുസ്തകത്തിൽ ആ പ്രായപൂർത്തിയായിട്ടുള്ള വർഷം ആദ്യം എഴുതുക. ഇനിയിപ്പോൾ ജനുവരി 1 മുതൽ, ആ വർഷത്തിലെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ എത്ര ദിവസങ്ങൾ വരുന്നുണ്ട് അത്ര ദിവസങ്ങൾ ആ വർഷത്തിന് നേരെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഇന്നേ വരെയുള്ള വർഷങ്ങൾ, ഇപ്പോൾ നമുക്ക് 2003 ആയിട്ടുണ്ടെങ്കിൽ 2003, 2004, 2005, 2006 അങ്ങനെ എഴുതി കൊടുക്കുക. ഓരോ വർഷത്തിലും ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ എത്ര ദിവസം വരുന്നുണ്ടെന്ന് കണക്ക് കൂട്ടി നോക്കുക. മൊബൈലിലെ കലണ്ടർ നോക്കിയാൽ മനസ്സിലാക്കും. ഇനിയിപ്പോൾ ഓരോന്നും എണ്ണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫെബ്രുവരി നോക്കിയാൽ മതി. ഓരോ വർഷത്തിലെയും ഫെബ്രുവരി ശ്രദ്ധിച്ചാൽ മതി. ഓരോ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർഷം 366 ദിവസം ഉണ്ടാവും. ഫെബ്രുവരി 28 ദിവസമാണെന്നുണ്ടെങ്കിൽ ആ വർഷം 365 ദിവസം ഉണ്ടാവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ ഓരോ മാസത്തിലെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ വർഷം എത്ര ദിവസം ഉണ്ടെന്ന് അറിയാനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഓരോ വർഷത്തിലെയും ദിവസങ്ങൾ കണക്ക് കൂട്ടി നോക്കിയതിനു ശേഷം ആ എല്ലാ ദിവസങ്ങളും ലാസ്റ്റ് നമ്മൾ ഒന്നായിട്ട് കണക്ക് കൂട്ടുക. ആ വർഷം ഇത്രയും വരെയുള്ള വർഷത്തിൽ എത്ര ദിവസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂട്ടി നോക്കിയിട്ട് നിങ്ങൾ ഒരു നിസ്കാരം നിസ്കരിക്കാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ അത്ര തന്നെ നിസ്കാരം നമ്മൾ കള്ളാവ് കിട്ടേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം 5 വക്ത് നിസ്കാരം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു സുമാർ 5000 ആണ്. നിങ്ങൾ എല്ലാ വർഷത്തെയും ദിവസങ്ങൾ കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് 5000 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ 1000 ലോഹർ, 1000 മസർ, 1000 മഗ്രിബ്, 1000 ഇശാ, 1000 സുബ്ഹ് അങ്ങനെ നിസ്കരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എത്രത്തോളം നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിച്ചതായിട്ട് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ മടക്കി നിസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും കുറക്കുക. ഇപ്പം നിങ്ങൾ 2 വർഷത്തെ നിസ്കാരം നിസ്കരിച്ചായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 366 ദിവസം കൂട്ടുക. അപ്പോൾ 2 വർഷമാകുമ്പോൾ 336 കൂട്ടിയിട്ട് 732 ദിവസം ഉണ്ടാവും. ആ 732 ദിവസം നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ
അത് ഈ കൂട്ടിക്കിട്ടിയ സംഖ്യയിൽ നിന്നും നമുക്ക് കുറക്കാവുന്നതാണ്. എത്രത്തോളം നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ അതൊക്കെ ഇതിൽ നിന്ന് കുറക്കാനായിട്ട് പറ്റും. എത്ര മാസങ്ങളോ വർഷങ്ങളോ അത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഈ ടോട്ടൽ കിട്ടിയ സംഖ്യയിൽ നിന്നും കുറക്കുക. ഇതാ ഞാൻ ഇതിൽ കാണിച്ച പോലെ നമ്മൾ ഒരു മാസത്തെ ഒരു കലണ്ടർ നോട്ടീസിൽ എഴുതിയിട്ട് ഇതേ രീതിയിലൊന്ന് നമ്മൾ കളായപ്പോയ നിസ്കാരങ്ങളൊക്കെ ഫർദ് നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ച് വീട്ടുന്ന സമയത്ത് അതാത് ദിവസങ്ങൾക്ക് നേരെ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്താ പറയുക എത്ര നിസ്കാരം നമുക്ക് നിസ്കരിച്ചെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയുള്ള പുരുഷന്മാർ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട പ്രസവിക്കാത്ത സ്ത്രീകളുടെ കളായിപ്പോയ നിസ്കാരം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ 2003 മുതൽക്കുള്ളതിനാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം എനിക്ക് പ്രായപൂർത്തിയായിട്ടുള്ളത് 2003 അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വർഷത്തിലാണോ പ്രായപൂർത്തിയായത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ 2003 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ എത്ര ദിവസം വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ദിവസങ്ങളുടെ എണ്ണം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് മെൻസസ് ആയിരുന്ന സമയത്താണ് നമുക്ക് സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായി നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വർഷത്തിലാണോ അതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പീരിയഡ് ആവുന്ന വർഷം മാത്രം ഓർമ്മയുള്ളൂന്നുണ്ടെങ്കിൽ, മാസവും ദിവസവും ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ആ വർഷത്തിലെ ജനുവരി 1 മുതൽക്കുള്ള ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങൾ ഇതേ രീതിയിൽ എഴുതി കൊടുക്കുക. അല്ല നിങ്ങൾക്ക് മാസം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ഓർമ്മയില്ല, ആ മാസം 1 മുതൽക്ക് ഡിസംബർ 31 വരെ എത്ര ദിവസം വന്നിട്ടുണ്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ദിവസവും മാസവും വർഷമൊക്കെ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വർഷത്തിലാണോ ഏത് മാസത്തിലാണോ ഏത് ദിവസം തൊട്ടാണോ നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടുള്ളത് ആ ദിവസം മുതൽ ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങളിൽ എത്ര വന്നിട്ടുണ്ട് നോക്കുക. ആ കണക്കാണ് നമ്മൾ ഫസ്റ്റ് പീരിയഡായ വർഷത്തിന്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വർഷം മാത്രം ഓർമ്മയുള്ളൂ, മാസവും ദിവസം ഒന്നും ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2003 ജനുവരി 1 മുതൽക്ക് ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങൾ 365 ദിവസം ഉണ്ടാവും. ഇതേപോലെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. മാസം ദിവസം ഒന്നും ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഞാൻ ലാസ്റ്റ് മൂന്നാമത്തെ വിഭാഗമായ പ്രസവിച്ച സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കണക്ക് തന്നെ അവിടെ ഞാൻ എഴുതി കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ആ വർഷത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ വർഷത്തിലെയും നമ്മളിതാ ഇതേപോലെ ഒരു കൊല്ലത്തെ ദിവസങ്ങൾ കൂട്ടി നോക്കിയിട്ട് എഴുതട്ടോ. ഇതിപ്പോൾ നമ്മൾ കലണ്ടറിന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഫെബ്രുവരി നോക്കിയാൽ മതി. ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ 366 ദിവസം ഉണ്ടാവും. ഫെബ്രുവരി 26 എന്നുണ്ടെങ്കിൽ 365 ദിവസം ഉണ്ടാവും കേട്ടോ. അല്ലാതെ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ഓരോ കലണ്ടറിനെ മറിച്ച് മൊബൈൽ കലണ്ടറിനെ മറിച്ച് എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് പീരിയഡ് ആയത് നിങ്ങൾ ഓർത്തെടുത്തിട്ട് എഴുതി കൊടുക്കാൻ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ കണക്കൊക്കെ തെറ്റിപ്പോകും. ഞാനിവിടെ ഒരു സുമാർ കാണിച്ചിരുന്നതുകൊണ്ടാണ് ആ വർഷത്തിലെ മുഴുവൻ കണക്ക് എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കണക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ 365 ദിവസങ്ങളിൽ ഇത് മുഴുവനായിട്ട് നമ്മൾ കൂട്ടിയിട്ട് ലാസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് കൂട്ടി നോക്കിയിട്ട് 8036 ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ 8036 ദിവസമാണ് നമുക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ദിവസങ്ങൾ, നമുക്ക് നിസ്കാരം നിർബന്ധമായിട്ടുള്ള ദിവസങ്ങൾ കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് മുതലല്ല സ്റ്റാർട്ടാക്കിയത്, അതുകൊണ്ട് നമുക്ക് പീരിയഡ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ വർഷങ്ങളായതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല, സുമാർ വെച്ചിട്ടാണ് നമ്മൾ കുറക്കേണ്ടത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വർഷത്തിലും എല്ലാ മാസത്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മെൻസസ് ആയിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ PCOD PCOSന്റെ കസുകളാണ്, എനിക്ക് ഒരിക്കലും കൃത്യമായിട്ട് മെൻസസ് വരാറില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ കൃത്യമായിട്ട് മെൻസസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾക്ക് ഒരു വർഷത്തിലെ 12 മാസമാണോ ആ 12 മാസത്തിലെ പീരിയഡ്സിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കുറക്കാനായിട്ട് പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് അതിന് കൃത്യത്തിലൊന്നും പീരിയഡ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സുമാർ കണക്കെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ 12 മാസം നമുക്ക് പീരിയഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസമെങ്കിലും നമ്മൾ കൂട്ടാം. ഇപ്പോൾ അത്ര നിങ്ങൾക്ക് കുറക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ ഒരു 8 മാസത്തെ പീരിയഡ്സിന്റെ കണക്ക് കൂട്ടുക. കൃത്യത്തിന് വന്നിട്ടില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ PCOD PCOS ഉള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും എല്ലാ മാസം കൃത്യമായിട്ട് മെൻസസ് ആവില്ല, 2-3 മാസം കൂടുമ്പോൾ മെൻസസ് ആവുള്ളൂ. അപ്പോൾ എല്ലാ മാസത്തെ മെൻസസിന്റെ പീരിയഡ്സ് ആയിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് കുറക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. എല്ലാ മാസമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നിന്നും 12 മാസത്തെ പീരിയഡ്സിന്റെ കണക്ക് കുറക്കാനായിട്ട് പറ്റും. എല്ലാ മാസം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 6 മാസം ഒഴിവാക്കിയിട്ട് 6 മാസത്തെ പീരിയഡ്സിന്റെ കണക്ക് കുറക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 8 മാസം കൂട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 8 മാസം കൂട്ടാൻ നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടോ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എത്ര ദിവസമാണ് നമുക്ക് പീരിയഡ്സ് ഉണ്ടാവുക, അത് നമ്മൾ സുമാറിനെ കൂട്ടി നോക്കുക. നിങ്ങൾക്ക് 10 ദിവസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു മാസം പീരിയഡ്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, 10 ദിവസം സുമാറായിട്ട് കൂട്ടുക. ഇനി 10 ദിവസം നിങ്ങൾക്ക് വരാറില്ല, ഒരു 7-8 അല്ലെങ്കിൽ 6-7 അങ്ങനെയൊക്കെയാണ് വരാറുണ്ടെങ്കിൽ ഒരു 7 ദിവസം നമ്മൾ എന്താക്കുക, ഒരു 7 ദിവസം നമുക്ക് ഒരു മാസം പീരിയഡ്സ് ആയിട്ടുള്ളത് നമ്മൾ കണക്കാക്കാം. ഇനി ചില ആൾക്കാർക്ക് 10, 14, 15 ദിവസം വരെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് 15 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മാസം 15 ദിവസമായിട്ട് കണക്കാക്കരുത്. ഞാൻ സുമാറിൻ്റെ കണക്കാണ് പറയുന്നത്. നമുക്ക് 10 ദിവസത്തിൽ കൂടുതലാണ് നിങ്ങൾക്ക് എപ്പോഴും മെൻസസ് ആവാറുണ്ടെങ്കിൽ 10 ദിവസം സുമാറായിട്ട് കണക്കാക്കാം. ഇനി 10 ദിവസത്തിൽ കൂടുതൽ വരാറില്ല എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം സുമാർ കണക്കാക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് കൂട്ടേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ക്യാമറയും എല്ലാം ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ക്യാമറ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. ഇപ്പം നിങ്ങൾക്ക് 12 മാസം കൃത്യത്തിന് മെൻസസ് വരാറുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സുമാർ ഒരു 7 ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താക്കുക, 12 × 7 എന്ന് ഗുണിച്ച് നോക്കുക, 84 ദിവസം ഉണ്ടാവും. ഇനി ഒരു വർഷത്തെ കണക്കാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ 12 മാസത്തെ കണക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ 84-നെ നമ്മൾ 2003 മുതൽ 2024 വരെ എത്ര വർഷങ്ങൾ ഉണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി നോക്കുമ്പോൾ 22 വർഷങ്ങളുണ്ട്. അപ്പോൾ 84 × 22 1848 ദിവസം ഉണ്ടാവും. നമുക്ക് 22 വർഷത്തെ പീരിയഡ്സ് ആയിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 1848 ദിവസം ഉണ്ടാവും. ഇതാണ് വർഷം മുഴുവൻ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ക്. ഈ ദിവസത്തിന് വ്യത്യാസം ഉണ്ടാവും, ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, എന്നെ പോലെ PCOD PCOS ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് പീരിയഡ് എല്ലാ മാസം പീരിയഡ്സ് ആവാറില്ല എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 6 മാസം മാത്രം പീരിയഡ്സ് ആയിട്ടുള്ളൂ എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 6 × 7 ദിവസം തന്നെയാണ് ഞാൻ സുമാർ കൂട്ടിയിട്ടുള്ളത്. 6 × 7 42 ദിവസം ഉണ്ടാവും. ഈ 42 × 22 എന്ന് പറഞ്ഞാൽ 2003 മുതൽ 2024 വരെ എത്ര വർഷമുണ്ടോ ആ വർഷങ്ങളുടെ കണക്കാണ് കേട്ടോ. 42 × 22 924 ദിവസം ഉണ്ടാവും.
നമ്മൾ ഒരു വർഷത്തിൽ 6 മാസം മാത്രം പീരീഡ് ആയിട്ടുള്ള കണക്ക് നമ്മൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം മാത്രം പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 7 ദിവസമാണെന്നുണ്ടെങ്കിൽ 42 ദിവസം ഉണ്ടാവും. 42 ദിവസം 22 വർഷത്തെ പീരീഡിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 924 ദിവസം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ 6 പോട്ടെ ഒരു 8 മാസത്തെ കണക്ക് നോക്കാം. ഒരു വർഷത്തിൽ 8 മാസം മാത്രം നമ്മൾ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. അത് 7 ദിവസം തന്നെയാണ്. സുമാറിക്ക് കൊണ്ട് എല്ലാവർക്കും 7 ദിവസം തന്നെയായിരിക്കും സുമാർ ഉണ്ടായിരിക്കുക. 8 × 7 56 ദിവസം ഉണ്ടാവും. അതിനെ 22 കൊണ്ട് ഗുണിച്ചാൽ 1232 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ മറക്കാതെ ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് ഇവിടെ നമുക്ക് ലാസ്റ്റ് കൂട്ടി കിട്ടിയ സംഖ്യയിൽ നിന്നും കുറക്കാം. എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ സംഖ്യ നിങ്ങൾ കുറക്കാം. അപ്പോൾ എൻ്റെത് 6 മാസം ആയതുകൊണ്ട് ഞാനിവിടെ 924 കുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കുറച്ച് കിട്ടുന്ന സംഖ്യ ആയിരിക്കും നമുക്ക് എന്താക്കാം, നിർബന്ധമായിട്ടും ഈ വർഷത്തിൽ ഒറ്റ നിസ്കാരം നിസ്കരിക്കാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം നമുക്ക് നിസ്കാരം കളാവ് കിട്ടേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്കിവിടെ 7112 ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു നിസ്കാരം നിസ്കരിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസത്തെ 7112 ദിവസം നിസ്കാരം നമ്മൾ കളാവ് കിട്ടേണ്ടി വരും. 7112 ലുഹർ, 7112 അസർ, 7112 മഗ്രിബ്, 7112 ഇശാ, 7112 സുബഹി, ഇങ്ങനെ നമ്മൾ കളാവ് കിട്ടേണ്ടി വരും. ഇനി നമുക്ക് എന്താക്കാം, നമ്മളിപ്പോൾ തീരെ നിസ്കരിക്കാത്ത ആൾക്കാരെന്നല്ല, നമ്മളിടക്കൊക്കെ നിസ്കരിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ 1-2 വർഷം നമ്മൾ നിസ്കരിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 വർഷം നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ കണക്കെടുക്കാം. ഇപ്പോൾ 366 ഇതിൽ കുറവാണ് വന്നിട്ടുള്ളത്. 365 ദിവസമാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് 366 ദിവസം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 365 ദിവസം വേണമെങ്കിൽ എടുക്കാം. 2 വർഷങ്ങൾ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ 365 ദിവസം അല്ലെങ്കിൽ 366 ദിവസം കൂട്ടി നോക്കുക. എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യ ഈ കിട്ടിയ സംഖ്യയിൽ നിന്നും കുറക്കാം. നമ്മൾ പീരീഡിൻ്റെ കണക്ക് കുറച്ച് കിട്ടിയ സംഖ്യയാണ് ഈ സംഖ്യയിൽ നിന്നും വേണം നമ്മൾ ഇനി കുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എത്രത്തോളം നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് നിസ്കരിച്ചിട്ടുള്ള ഓർമ്മയുള്ള ദിവസങ്ങൾ നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിൽ നിന്നും കുറക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഓരോ നിസ്കാരങ്ങൾ മാത്രമേ പുരുഷന്മാരുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഓരോ നിസ്കാരങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂന്നുണ്ടെങ്കിൽ എന്താക്കുക, നമ്മളിങ്ങനെ ചാർട്ട് എഴുതി വെക്കുന്ന സമയത്ത് ഇപ്പോൾ ലോറൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 7112 പകരം അതിൽ നിന്നും കുറക്കാം. അപ്പോൾ 12 ലോറൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ടിൽ എഴുതുന്ന സമയത്ത് 1100 കള്ളായ പോയ നിസ്കാരങ്ങൾ നമ്മൾ വീട്ടുന്ന സമയത്ത് ഒരു ചാർട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞില്ല. ആ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുകൾ ഭാഗത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ലോറിൻ്റെ അസറിൻ്റെ മാത്രം കണക്ക് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എത്രത്തോളം ഏതൊക്കെ നിസ്കാരങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിസ്കരിച്ചെന്ന് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതേ രീതിയിൽ കുറച്ചിട്ട് ഓരോ നിസ്കാരങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് കള്ളാവ് കിട്ടുന്ന സമയത്ത് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എത്ര നിസ്കാരങ്ങൾ ഉണ്ടെന്നുള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നിസ്കരിച്ചതായിട്ട് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിസ്കാരങ്ങൾ വെട്ടിമാറ്റാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇതിലേക്ക് ദിവസങ്ങൾ കണക്കാൻ നോക്കിയത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ലോറോ ലാസറോ മൈരിബോ അങ്ങനെ പ്രത്യേകമായിട്ട് നിസ്കരിച്ചത് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ നിസ്കാരങ്ങളിൽ നിന്നും അതിൻ്റെ എണ്ണം കുറക്കാനായിട്ട് പറ്റൂട്ടാ. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ വലുതായിട്ട് നിസ്കാരം ഒഴിവാക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ കണക്ക് കൂട്ടി നോക്കിയിട്ട് ആ കിട്ടുന്ന കണക്ക് എന്താക്കാം, ഇതിൽ നിന്നും കുറക്കാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഹയൽ മാത്രം ഉള്ള, അതായത് പ്രസവിക്കാത്ത സ്ത്രീകളുടെ കണക്ക് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പ്രസവിച്ച സ്ത്രീകളുടെ കണക്ക് നോക്കാം. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗമായ പ്രസവിച്ച സ്ത്രീയുടെ കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ എൻ്റെ ഒരു കണക്കാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ 2003 ഏപ്രിൽ 1-നാണ് കേട്ടോ എനിക്ക് പീരീഡ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ശരിക്കും ഏപ്രിൽ മാസത്തിലാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഏപ്രിൽ മെയ് മാസത്തിലാണ് നമുക്ക് വേനൽ വെക്കേഷൻ വരിക. അപ്പോൾ വേനൽ വെക്കേഷനിലാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്. ഏത് മാസത്തിലാണ് ഓർമ്മ ഉണ്ടായിരുന്നില്ല. 2 മാസമാണ് നമുക്ക് വേനലവധി വരുന്നത്. അപ്പോൾ ഞാൻ 2 മാസത്തിൽ നിന്ന് ഫസ്റ്റത്തെ മാസം വരുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഞാൻ ഏപ്രിൽ തിരഞ്ഞെടുത്താണ് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക ഓർമ്മക്കനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ എത്ര ദിവസങ്ങൾ വന്നിട്ടുണ്ട് നോക്കി. അതിൽ 275 ദിവസമാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വർഷത്തിലെയും 2004 മുതൽക്കുള്ള എല്ലാ വർഷത്തിലെയും എത്ര ദിവസം വന്നിട്ടുണ്ടോ ആ ദിവസം ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട് ഓരോ വർഷങ്ങൾക്ക് നേരെയും. അപ്പോൾ 2003 ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ 275 ദിവസം. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഓരോ വർഷങ്ങൾക്ക് നേരെയും അത് ആ വർഷത്തിൽ എത്ര ദിവസം ഉണ്ടോ നോക്കിയിട്ട് അതൊന്നായിട്ട് കൂട്ടി എഴുതാനായിട്ട് പറ്റൂല കേട്ടോ. ഇത് നമുക്ക് പ്രസവിച്ച വർഷങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ എടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് നോക്കാം. ഇതാ ഓരോ വർഷങ്ങളും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് പീരീഡ് ആയത് 2003 വർഷം. 2003 ഏപ്രിലാണ് ഓർമ്മയുണ്ട്, ദിവസം ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ദിവസം ഓർമ്മയില്ലാത്തതുകൊണ്ട് ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ കൂട്ടി നോക്കിയിട്ട് ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ എത്ര ദിവസങ്ങൾ വരുന്നുണ്ട് നോക്കി 275 ദിവസം വരുന്നുണ്ട്. അതോടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി 2004 മുതൽക്ക് ബാക്കിയുള്ള 2004 മുതൽ 2007 വരെയുള്ള വർഷങ്ങളിൽ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ ഞാനിത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2008 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുപോലെ തന്നെ 2008 നമുക്ക് കല്യാണം കഴിഞ്ഞ് പീരിയഡ്സിൻ്റെ മാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഗർഭിണിയായിട്ടുള്ള മാസങ്ങളും അതിൽ വരുന്നുണ്ട്. 2009 ഗർഭിണിയായിട്ടുള്ള മാസങ്ങളും അതുപോലെ തന്നെ പ്രസവിച്ചിട്ടുള്ള സമയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ പീരിയഡ്സ് മാത്രമായിട്ടുള്ള വർഷങ്ങൾ മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പ്രസവം നടന്നിട്ടുള്ള വർഷങ്ങളും അതായത് ഗർഭിണിയായിട്ടുള്ള വർഷങ്ങളും അതിൻ്റെ ഒരു കണക്ക് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടില്ല. 2008, 2009 അതുപോലെ തന്നെ 2020, 2023 അതിൻ്റെ കണക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കട്ടെ. നിങ്ങളും ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് ആയിട്ടുള്ള വർഷം മാസം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എഴുതാം. മാസത്തിൽ 1 മുതൽ കൂട്ടുക. ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം മുതൽക്ക് ഡിസംബർ 31 വരെ എത്ര ദിവസം ഉണ്ടോ ആ ദിവസം എഴുതി കൊടുക്കുക. ബാക്കിയുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് പ്രസവം നടന്നത് നിങ്ങൾ അങ്ങോട്ട് കൂട്ടുന്നതിന് മുൻപ് ഗർഭിണിയായിട്ടുള്ള വർഷങ്ങൾ നോക്കുക. ഗർഭിണിയായ വർഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൂട്ടി നോക്കണം. അത് വിട്ടതിന് ശേഷം മെൻസസ് മാത്രം ആയിട്ടുള്ള, അതായത് ഗർഭം ധരിക്കുക പ്രസവിക്കുക അങ്ങനത്തെ സംഭവങ്ങളും നടക്കാത്ത വർഷങ്ങൾ ആദ്യം എഴുതി കൊടുക്കുക. അതിൽ എത്ര ദിവസങ്ങൾ വന്നിട്ടുണ്ടോ അത് ഇതേപോലെ എഴുതി കൊടുക്കട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു.
അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിവിടെ പീരിയഡ്സിൻ്റെ കണക്ക് നമുക്ക് നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ എല്ലാ മാസം എനിക്ക് പീരിയഡ്സ് വരാത്തതുകൊണ്ട് ഞാൻ 6 മാസത്തെ പീരിയഡിൻ്റെ കണക്ക് മാത്രം കൂട്ടുന്നുള്ളൂ. അത് ഞാൻ 7 ദിവസമാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ 6 × 7 42 ദിവസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ വർഷത്തിൽ നിന്നും അപ്പോൾ ഞാൻ ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ 9 മാസം ഉണ്ടാവും. ആ 9 മാസത്തിൽ നിന്ന് ഞാൻ 6 മാസം പീരിയഡായി കണക്കാക്കിയിട്ട് അതിൽ നിന്ന് 42 ദിവസം കുറച്ച് ബാക്കി 233 ദിവസം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ വർഷങ്ങളിൽ നിന്നും ഞാൻ 42 ദിവസം കുറച്ചിട്ട് കിട്ടുന്ന കിട്ടിയ സംഖ്യ ഞാനിതാ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗർഭിണി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രസവിച്ചിട്ടുള്ള വർഷങ്ങൾ നോക്കാം. ഞാൻ 2008 ഒരു ലാസ്റ്റിലാണ് ഞാൻ ഗർഭിണി ആയത്. അതുകൊണ്ട് തന്നെ 2009 പ്രസവിച്ചത്. 2020 ഒരു പ്രസവം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 പ്രസവം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഈ ലാസ്റ്റ് കൂട്ടി കിട്ടിയ ദിവസങ്ങൾ എല്ലാം നമുക്ക് കൂട്ടി നോക്കണം. ഇപ്പോൾ 233, 324 ഈ സംഖ്യകളുടെ നമ്മൾ പീരിയഡ്സിൻ്റെ കണക്ക് കുറച്ചിട്ടുള്ള ഈ ദിവസങ്ങൾ ടോട്ടൽ നമ്മൾ കൂട്ടി നോക്കാം. ആദ്യം എനിക്കിവിടെ 5728 ദിവസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പീരിയഡിൻ്റെ കണക്ക് മാത്രം കുറച്ചിട്ടുള്ളൂ. നിസ്കരിച്ച നിസ്കാരങ്ങളുടെ കണക്ക് നമ്മൾ കുറച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് കുറക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നിസ്കരിച്ചിട്ടുള്ള കണക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിസ്കരിച്ചിട്ടുള്ള കണക്കാണ് നിങ്ങൾ കൂട്ടി നോക്കേണ്ടത് കേട്ടോ. നിങ്ങൾ തീരെ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾക്ക് നിസ്കാരം കളാവ് വീട്ടേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച കണക്കും കൂടി നോക്കാണ്ട് അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ കണക്കും കൂടി ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ദിവസത്തെ നിസ്കാരങ്ങൾ കളാവ് വീട്ടേണ്ടി വരും, തീരെ നിസ്കരിക്കാത്ത ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു സുമാർ കണക്ക് വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുള്ള ഒരു കണക്ക് ഇതിൽ നിന്നും കുറക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും വലുതായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരല്ല. രാവിലെ വൈകുന്നേരം വരെ സ്കൂളിൽ നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ സമയത്തൊന്നും നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളുമായിരുന്നില്ല കേട്ടോ ഞാൻ. വർഷം പുറത്ത് തരട്ടെ. അപ്പോൾ അത് ഞാൻ എന്താക്കുക, 2008 എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 2008 മുതൽക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിസ്കരിക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 2008 മുതൽക്ക് 2024 വരെ അതിലും ഞാൻ മുഴുവനായിട്ട് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ഒരുപാട് നിസ്കാരം കളായി പോയിട്ടുണ്ടാവും, അറിഞ്ഞു മറിയാതൊക്കെ കളായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്നാലും ഒരുപാട് നിസ്കരിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ എനിക്ക് എന്തായാലും കളാവ് കിട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കനുസരിച്ച് ചെയ്യട്ടോ. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2008 കൂട്ടുന്നില്ല, കാരണം 2008 ഓഗസ്റ്റിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ 5 മാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു വർഷത്തെ മുഴുവൻ കണക്കും കിട്ടൂല, 5 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കൂട്ടുന്നില്ല. 2009 മുതൽക്കാണ് കേട്ടോ ഞാൻ കൂട്ടി തുടങ്ങുന്നത്. 2009 മുതൽ 2024 വരെയുള്ള നിസ്കാരങ്ങളാണ് ഞാൻ കൂട്ടി നോക്കുന്നത്. 2009 മുതൽക്ക് 2024 വരെ 16 വർഷങ്ങൾ വന്നിട്ടുണ്ട്. ഈ 16 വർഷങ്ങളും നമുക്ക് ഒരു വർഷത്തിൽ 365 ദിവസമാണല്ലേ. അപ്പോൾ നമുക്ക് പീരിയഡ് ആയിട്ടുള്ള കണക്ക് കുറച്ചാൽ 324, 323 ആണ് കിട്ടുക. അപ്പോൾ ഞാൻ 323 കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 323 കൊണ്ട് ആദ്യം ഗുണിച്ച് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ കണക്കാണ് കേട്ടോ. 323 പീരിയഡ്സിൻ്റെ കണക്കും കൂടി ആ വർഷത്തിൽ നിന്ന് കുറച്ചതിന് ശേഷം കിട്ടുന്ന കണക്കാണ് 320. അപ്പോൾ 16 × 323 5168 ദിവസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഈ നിസ്കരിച്ചു എന്ന് പറയുന്ന 16. എന്നാൽ ഈ 16 വർഷം മുഴുവനായിട്ട് നിസ്കരിച്ചോ അതും ഇല്ല. എന്താണ് 16 വർഷം മുഴുവനായിട്ട് കളാക്കിയിട്ടില്ല. അപ്പോൾ 5168 ദിവസമാണ് എന്താ പറയുക 16 വർഷത്തെ കണക്ക്. അപ്പോൾ അത്രയും ദിവസം ഞാൻ എന്തായാലും നിസ്കരിച്ചിട്ടില്ല. അത്രയും ദിവസം ഞാൻ എന്തായാലും നിസ്കാരം കളാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി 5168 പകുതി എന്ന് പറയുന്നത് 2584 ആണ്. അപ്പോൾ ഒരു സുമാർ കണക്കാട്ടോ ഞാൻ പറയുന്നത്. 2584 ദിവസങ്ങൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ 16 വർഷങ്ങൾ മുഴുവനായിട്ട് നിസ്കരിക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും ദിവസങ്ങൾ എനിക്ക് കുറക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ 2584 ദിവസം ഞാനിപ്പോൾ നിസ്കരിച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം സുമാർ കണക്കാണ് കുറേ വർഷമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇത്രയും ദിവസങ്ങൾ ഏതായാലും എടുക്കുന്നില്ല. 2554 ദിവസങ്ങളിൽ നിന്നും ഞാൻ 584 കൂട്ടാതെ 2000 മാത്രം കൂട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 3728 ദിവസം ഉണ്ടാവും കേട്ടോ കളാവ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളുണ്ടാവും എനിക്ക് കളാവ് കിട്ടാനായിട്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒരു സുമാർ കണക്കാണ്. നിങ്ങൾ എത്രത്തോളം നിസ്കരിച്ചോ അതാണ് നിങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ ഞാൻ 2003 പ്രസവം നടന്നത്, 2020 അതുപോലെ തന്നെ 2008, 2009 പ്രസവം നടന്ന കണക്ക് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ കൂടി ഇതിൽ കൂട്ടിയാൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവും കേട്ടോ നമുക്ക് നിസ്കരിക്കാനായിട്ട്. 2003 മുതൽ 2008 വരെ നമ്മളിപ്പോൾ കല്യാണം കഴിയുന്നവരെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നിസ്കരിച്ചായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ആ സമയത്തൊന്നും നിസ്കാരത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് നിസ്കാരങ്ങൾ കളായി പോയത്. അപ്പോൾ അതിൽ നിന്നും ഒന്നുപോലും കുറക്കാനായിട്ട് പറ്റില്ല. എല്ലാ നിസ്കാരവും ഞാൻ 2003 മുതൽ 2008 വരെയുള്ള എല്ലാ നിസ്കാരങ്ങളും ഞാൻ കളാവ് കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിതാ ഒഴിവാക്കി വെച്ചിട്ടുള്ള 2008, 2009, 2020, 2023 അതിലെ 2008 കണക്കാണ് ഫസ്റ്റായിട്ട് നോക്കുന്നത്. ഇവിടെ നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ചില ആൾക്കാർക്ക് ഒരു വർഷത്തിൽ തന്നെ പീരിയഡ്സിൻ്റെ മാസങ്ങൾ ഉണ്ടാവും, പിന്നെ ഗർഭിണിയായ മാസങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആ വർഷത്തിൽ തന്നെ പ്രസവിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. എനിക്ക് ലാസ്റ്റ് 2 കുട്ടികൾ അങ്ങനെയാണ് ജനിച്ചത്. ഫസ്റ്റത്തെ കുട്ടി ജനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷത്തിൽ 10 മാസം വരെ എനിക്ക് പീരിയഡിൻ്റെ മാസങ്ങൾ, പിന്നെ ഗർഭിണിയായിട്ടുള്ളത്, പിന്നെ പിറ്റത്തെ വർഷമാണ് ഞാൻ പ്രസവിച്ചത്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നായിട്ട് കണക്ക് കൂട്ടിയിട്ട് ഒരു വർഷത്തെ ദിവസങ്ങൾ എത്ര നോക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 2008 ഓഗസ്റ്റിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടും 2 മാസം എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ ഞാൻ 2008 ജനുവരി 1 മുതൽ ഒക്ടോബർ
31 വരെ എത്ര ദിവസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ആദ്യം നോക്കുന്നത്. ഇതാണ് എനിക്ക് പീരിയഡ്സ് ആയിട്ടുള്ള മാസങ്ങൾ. അപ്പോൾ അത് 305 ദിവസങ്ങൾ ഉണ്ടാകും. ഇനി നവംബർ 1 മുതൽ ഡിസംബർ 31 വരെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണ്. അപ്പോൾ ആ മാസത്തിൽ എനിക്ക് പീരിയഡ്സ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 2 മാസത്തിൽ 61 ദിവസവും വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഈ കൂട്ടിക്കിട്ടുന്ന സംഖ്യകളൊക്കെ നമുക്ക് 3728 കൂട്ടിക്കൊടുക്കാനുള്ളതാണ്, അല്ലാതെ അതിൽ നിന്നും കുറക്കാനുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒഴിവാക്കിയിട്ടുള്ള വർഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് 2008 കണക്കിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. 2008 കണക്കിൽ നമ്മൾ പീരിയഡ്സിൻ്റെ ദിവസങ്ങളൊന്നും കുറച്ചിട്ടില്ല, അത് നമുക്ക് കുറക്കട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ 2009 കണക്കും കൂടി ഞാൻ എഴുതി കൊടുക്കുകയാണ്. 2009 ജനുവരി 1 മുതൽ ജൂലൈ 24 ഞാൻ പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 23 വരെ എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അത് 204 ദിവസം ഉണ്ടാകും. ഇനിയാണ് നമുക്ക് നിഫാസിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ ധാരണ ഉണ്ടാവും നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചത് മുതൽ 40 കുളിക്കുന്നത് വരെയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. പ്രസവിച്ച ദിവസം മുതൽ എത്ര ദിവസത്തോളം നമുക്ക് രക്തം വരുന്നുണ്ട് അത്രേ ഉണ്ടാവുള്ളൂ നിഫാസിൻ്റെ ടൈം. ആ രക്തം വരുന്നത് നിൽക്കുന്ന സമയം തൊട്ട് നമുക്ക് നിസ്കാരം നിർബന്ധമായി. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുളിച്ചിട്ട് നിസ്കരിച്ച് തുടങ്ങണം. പിന്നെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ലേ ഈ 40 കുളി എന്ന് പറഞ്ഞാൽ, അത് 40 ദിവസമാകുമ്പോൾ വീണ്ടും ഒന്നുകൂടിയാണ് കുളിച്ചാൽ മതി. അപ്പോൾ ഇനി ആരും രക്തം വരുന്നത് നിന്നിട്ടും 40 ദിവസം വരെ കാത്തിരിക്കരുത് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എനിക്ക് 40 ദിവസമൊന്നും രക്തം വന്നിട്ടില്ല. എനിക്കിവിടെ 30 ദിവസം രക്തം വന്നിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ, ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ജൂലൈ 24 ഞാൻ പ്രസവിച്ചത്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 22 വരെ 30 ദിവസം. ഈ ദിവസം നമ്മൾ ഇതിൽ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് നിസ്കാരം ഹറാമായിട്ടുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 23 മുതൽ ഡിസംബർ 31 വരെ മെൻസസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമുക്ക് പ്രസവം കഴിഞ്ഞ് കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പീരിയഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 23 മുതൽ ഡിസംബർ 31 വരെ പീരിയഡ് ഒന്നും ആയിട്ടില്ല. 131 ദിവസം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് കൂട്ടി കൊടുക്കണം. ഇനി 2008 ജനുവരി 1 മുതൽ ഒക്ടോബർ 31 വരെ 10 മാസങ്ങളാണ് ഉണ്ടായത്. ആ 10 മാസത്തിൽ എനിക്ക് പീരിയഡ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 6 മാസത്തെ പീരിയഡ് ഡേറ്റ് മാത്രം കൂട്ടുന്നുള്ളൂ. കാരണം എനിക്ക് കല്യാണം കഴിഞ്ഞത് ഓഗസ്റ്റാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസം കൃത്യത്തിന് പീരിയഡ് വന്നായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ 10 മാസം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10 മാസത്തിൽ നിന്ന് 3 മാസം നമുക്ക് പീരിയഡ് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള 7 മാസത്തിൽ നിന്ന് ഒരു 3 മാസം കൂടി കൂട്ടിയിട്ട് ഞാൻ 6 മാസത്തെ കണക്ക് തന്നെയാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. അത് 7 ദിവസം തന്നെയാണ്. അപ്പോൾ 6 × 7 42 ദിവസം. അപ്പോൾ 305 നിന്നും 42 ദിവസം കുറച്ചാൽ 263 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് കൂട്ടിക്കിട്ടിയ സംഖ്യ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ വർഷത്തിലെ ദിവസങ്ങൾ നോക്കി, പിന്നെ അതിൽ നിന്നും പീരിയഡിൻ്റെ ദിവസങ്ങൾ കുറച്ചു, പിന്നെ അതിൽ നിന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചിട്ടുള്ളൊരു കണക്ക് അതിൻ്റെ പകുതി കുറച്ചൊരു 2000 കുറച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ള സംഖ്യ ആയിരുന്നു 3728 ദിവസം. ആ ഒരു ദിവസത്തിലേക്കാണ് ഇനി നമുക്ക് കൂട്ടിക്കിട്ടുന്ന സംഖ്യകളൊക്കെ കൂട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ 3728 ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കൂട്ടാനുള്ളതാണ് ഈ 263. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഈ 61 ദിവസം നവംബർ 1 മുതൽ ഡിസംബർ 31 വരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഈ 61 ദിവസം നമ്മൾ കള ആയിപ്പോയതായിട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി 2009 ജനുവരി 1 മുതൽ ജൂലൈ 24 ഞാൻ പ്രസവിച്ചത്. അപ്പോൾ 23 വരെയാണ് എനിക്ക് ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രഗ്നൻ്റ് ആയ ടൈമാണ്. അപ്പോൾ എന്തായാലും അസുഖങ്ങൾ കാരണം എന്തായാലും നിസ്കാരം കള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 204 കൂട്ടുന്നുണ്ട്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 22 വരെ നിഫാസിൻ്റെ ടൈമാണ്. ഇത് കൂട്ടുന്നില്ല, 30 ദിവസമാണ് കേട്ടോ. ഇനി ഓഗസ്റ്റ് 23 മുതൽ ഡിസംബർ 31 വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എനിക്ക് കുറച്ച് കാലമൊന്നും എന്തായാലും മെൻസസ് ആവില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് ആണ് 131 ദിവസം ഉണ്ട്. അത് മെൻസസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊന്നും കുറക്കാനില്ല. അപ്പോൾ ഞാൻ അതും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഈ സംഖ്യയിലേക്ക് കൂട്ടി കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് 2 വർഷങ്ങളായി. ഇനി 2020 2023 കണക്ക് നോക്കാണ്ട്. അപ്പോൾ ഇനി 2020 കണക്ക് നോക്കാം. ഇതേപോലെയല്ല ഈ 2020 വന്നിട്ടുള്ളത്. ഈ വർഷത്തിൽ തന്നെയാണ് മെൻസസിൻ്റെ മാസവും പ്രഗ്നൻ്റ് ആയ മാസങ്ങളും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതും ഈ ഒരൊറ്റ വർഷത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏത് മാസം മുതലാണ് നമ്മൾ ഗർഭിണിയായത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് 2ാമത്തെ കുട്ടി 8ാം മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ കുറച്ച് NAC-ലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കുട്ടി, തൂക്കക്കുറവ് കാരണം. അപ്പോൾ കുട്ടി ജനിച്ചത് സെപ്റ്റംബർ 18 കേട്ടോ. സെപ്റ്റംബർ 18 കുട്ടി ജനിച്ചത്. 2020 സെപ്റ്റംബർ 18. അപ്പോൾ 8ാം മാസത്തിലാണ് എനിക്ക് കുട്ടി ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുമ്പിലേക്കുള്ള ഇത് 8 കൂട്ടുക. സെപ്റ്റംബർ 8 കൂട്ടിയിട്ട് ഇതിൻ്റെ മുമ്പിലേക്കുള്ള 8 മാസങ്ങൾ കൂട്ടിയിട്ട് അതിൽ ഏത് മാസമാണോ പ്രഗ്നൻ്റ് ആയിട്ട് 1ാം മാസമായിട്ട് വരുന്നത് നോക്കാം. സെപ്റ്റംബർ 18 പ്രസവിച്ചത്. അപ്പോൾ സെപ്റ്റംബറിൽ 8ാം മാസമായിട്ട് കൂട്ടുക. ഓഗസ്റ്റിൽ 7, ജൂലൈയിൽ 6, ജൂണിൽ 5ാം മാസമായിരിക്കും, മെയ്യിൽ 4ാം മാസമായിരിക്കും, ഏപ്രിലിൽ 3ാം മാസമായിരിക്കും, മാർച്ചിൽ 2 മാസമായിരിക്കും, ഫെബ്രുവരിയിലായിരിക്കും 1 മാസം. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് ഗർഭിണിയായിട്ടുള്ള കൂട്ടുന്നത്. അപ്പോൾ ഇനി ഈ വർഷത്തിൽ ജനുവരി മാത്രമേ ഉണ്ടാവുള്ളൂ പീരിയഡ്സ് ആയ മാസം. അപ്പോൾ ജനുവരി 1 മുതൽ 31 വരെ 31 ദിവസമുണ്ട്. അതിൽ പീരിയഡ് ആയ 7 ദിവസം കുറച്ചാൽ 24 ദിവസം ഉണ്ടാവും. ആ 24 ഞാൻ ഇതിലേക്ക് കൂട്ടുന്നുണ്ട്. ഇനി പ്രഗ്നൻ്റ് ആയ ടൈം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1 മുതൽ, ഇപ്പോൾ പ്രസവിച്ചത് സെപ്റ്റംബർ 18. അപ്പോൾ സെപ്റ്റംബർ 17 വരെയാണ് ശുദ്ധിയുള്ളതിൽ.
അപ്പോൾ ഫെബ്രുവരി 1 മുതൽ സെപ്റ്റംബർ 17 വരെ കൂട്ടി നോക്കിയാൽ 230 ദിവസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ 230 ഇതിലേക്ക് കൂട്ടി കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുക്കൽ ജിദ്ദയിലായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരിയിലാണ് പോയത്. ജനുവരിയിൽ മെൻസസ് ആയിട്ട് ഗവൺമെൻറ് ജനുവരിയിലാണ് പോയത്. മെൻസസ് ആയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ വിമാനം കയറിയത്. അവിടെ എത്തി പിറ്റത്തെ മാസം തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയി ചെയ്തത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി തന്നെയാണ് പ്രഗ്നൻ്റ് ആയത്. പിന്നെ ഞാൻ ഉംറയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിസ്കാരം ഒന്നും കളാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ 230 ദിവസം അതിലേക്ക് കൂട്ടി കൊടുക്കുന്നില്ല. ഇനി സെപ്റ്റംബർ 18 ഞാൻ പ്രസവിച്ചത്. നമുക്ക് നിവാസിൻ്റെ ടൈമാണ് എഴുതുന്നത്. സെപ്റ്റംബർ 18 മുതൽ എനിക്കിതിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 25 ദിവസം കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഒക്ടോബർ 12 വരെ ഞാൻ കൂട്ടുന്നുള്ളൂ. 25 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിസ്കാരം ഹറാമായ ടൈമാണ്. ഇനി ഒക്ടോബർ 13 മുതൽ ഈ നിഫാസിൻ്റെ ടൈമൊക്കെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഒരു സുമാർ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോൾ 30 ദിവസം 40 അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 25 ദിവസം കൂട്ടിയത്. ഇനി ഒക്ടോബർ 13 മുതൽ ഡിസംബർ 31 വരെ 80 ദിവസം ഉണ്ടാകും. അത് ഞാൻ കൂട്ടുന്നുണ്ട്. കാരണം ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പം നിസ്കാരം കളായി പോകാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അത്രയാണ് 2020 കാര്യങ്ങൾ. ഇനി നമുക്ക് 2023 അതായത് മൂന്നാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് നോക്കാം. ജനുവരി കുട്ടി തുടങ്ങുന്നതിന് മുന്നേ എന്നാണ് പ്രസവിച്ച് നോക്കാം. നമുക്കതിൻ്റെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈം കിട്ടണമല്ലോ. അപ്പോൾ ഞാനിത് വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചത് ക്രിസ്മസിൻ്റെ അന്നാണ്. ഡിസംബർ 25 കേട്ടോ ഞാൻ പ്രസവിച്ചത്. 2023 ഡിസംബർ 25 ഞാൻ പ്രസവിച്ചത്. 9 മാസത്തിലാണ് ഞാൻ പ്രസവിച്ചത്. 9 മാസത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിസംബർ 9 കൂട്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ എത്ര മാസത്തിലാണ് പ്രഗ്നൻ്റ് ആയത് നോക്കാം. ഞാൻ ഇതന്നെ എടുക്കുന്നത്. ഞാനിവിടെ ഒക്ടോബറിന് എഴുതി കൊടുക്കുന്നുണ്ട്, നവംബറും ഡിസംബറും. ഇപ്പോൾ ഡിസംബറിൽ 9 ഇതിൽ 8 ഇതിൽ 7. അപ്പോൾ ഇവിടെ 6 5 4 മാസമായിരിക്കും, 3 മാസമായിരിക്കും, 2 മാസമായിരിക്കും, 1 മാസമായിരിക്കും. അപ്പോൾ ഏപ്രിലാണ് കേട്ടോ. ഏപ്രിലാണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ വർഷത്തിൽ പീരിയഡ്സ് ആയിട്ടുള്ള മാസങ്ങൾ മാർച്ചും ഫെബ്രുവരിയും ജനുവരി ഈ 3 മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ എഴുതി വെക്കാറുണ്ട്. അതിൽ ഒരു മാസം ജനുവരിയിൽ മെൻസസ് ആയ ഡേറ്റ് ഞാൻ മൊബൈലിൽ എഴുതി വെച്ചിട്ട് നമ്മൾ നോട്ട്സിൽ എഴുതി വെക്കുമല്ലോ. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ജനുവരിയിൽ മെൻസസ് ആയിട്ടുള്ള ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി മെൻസസ് ആയത് ഞാൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 മാസത്തിലും 2 പ്രാവശ്യം മെൻസസ് ആയത് മാത്രം കൂട്ടുന്നുള്ളൂ. അപ്പോൾ ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ 80 ദിവസം ഉണ്ടാവും. 2 പ്രാവശ്യം മെൻസസ് ആയത് മാത്രം കൂട്ടുന്നുള്ളൂ. അപ്പോൾ 14 ദിവസം, ഒരു 14 ദിവസം കുറച്ചാൽ ബാക്കി 66 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 66 ദിവസം ഇതിലേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി മാർച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏപ്രിൽ 1 മുതൽ ഡിസംബർ 25 പ്രസവിച്ചത്. അപ്പോൾ ഡിസംബർ 25 നിഫാസ് തുടങ്ങിയ ഡേറ്റാണ്. അപ്പോൾ ഡിസംബർ 24 269 ദിവസം ഉണ്ടാവും കേട്ടോ പ്രഗ്നൻ്റ് ആയ ടൈം. അപ്പോൾ ഇതിലും നിസ്കാരം കളായി പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അസുഖങ്ങളൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ ഞാൻ 269 ദിവസം ഇതിലേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 25 പ്രസവിച്ചു. നിഫാസിൻ്റെ ടൈം തുടങ്ങിയിട്ട് ഞാൻ 2024 ജനുവരി 23 വരെ കൂട്ടുന്നുണ്ട്. എനിക്കിത് 30 ദിവസം ഞാൻ ഈ നിഫാസിൻ്റെ ടൈം ഇതിൽ കൂട്ടുന്നുണ്ട്. ജനുവരി 23 വരെയാണ്. ഇതാകുമ്പോൾ വേറെ വർഷമായിട്ട് 2024 ജനുവരി 23 വരെ 30 ദിവസം നിഫാസിൻ്റെ ടൈമായി കൂട്ടുന്നുണ്ട്. പിന്നെ 2024 നമ്മൾ ഓൾറെഡി കണക്ക് കൂട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇനി അതിൽ നിന്നും കുറക്കാനൊന്നും നിൽക്കുന്നില്ല. ഒരു 23 ദിവസം വ്യത്യാസം വന്നിട്ടില്ല. ഏതായാലും ഞാൻ പീരിയഡിൻ്റെ ടൈം 6 മാസമല്ലേ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും സുമാർ കണക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ പ്രഗ്നൻ്റ് ആയതും അതുപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയതും നമ്മൾ ഡെലിവറി ചെയ്തതും പ്രസവിച്ചതായിട്ടുള്ള വർഷങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടി നോക്കുക. അപ്പോൾ ഈ കൂട്ടി കിട്ടുന്ന സംഖ്യ എത്ര ഉണ്ട് നോക്കുക. 4856 ദിവസം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നിസ്കാരങ്ങൾ കളായിട്ടുള്ള നിസ്കാരങ്ങളുടെ ഒരു സുമാർ കണക്ക് ഇത്രയാണ്. അപ്പോൾ ഇത്രയും നിസ്കാരങ്ങൾ, ഇത്രയും ലോഹർ, ഇത്രയും അസർ, ഇത്രയും മരുവ്, ഇത്രയും ഷാദ്, ഇത്രയും സുബഹി ഞാൻ കളാവ് കിട്ടേണ്ടി വരും കേട്ടോ. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളായി പോയ നിസ്കാരങ്ങളുടെ ഒരു ചാർട്ട് ഉണ്ടാക്കാമെന്ന്. അതാണ് ഞാൻ കാണിക്കുന്നത്. ചാർട്ട് ഞാൻ മാറി പറഞ്ഞാൽ ഒരു ട്രാക്കറാണ് കളായി പോയ നിസ്കാരത്തിൻ്റെ. ഇതെൻ്റെ 2025 പ്ലാനറാണ്. ഞാൻ ഈ പ്ലാനറിൻ്റെ വീഡിയോ 2025 ആവുന്നതിന് മുമ്പായിട്ട് ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ കളായി പോയ നിസ്കാരങ്ങളുടെ ട്രാക്കർ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കള്ളിയിട്ട് കൊടുത്തിട്ട് ഓരോ നിസ്കാരങ്ങളോട് കൂടി നമുക്ക് പ്രത്യേകമായിട്ട് നിസ്കാരങ്ങൾ കുറക്കാറുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചതിന് ശേഷം ഓരോ നിസ്കാരങ്ങളുടെ എണ്ണം നമുക്കിങ്ങനെ എഴുതി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് നിസ്കാരങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് കിട്ടുന്നു. ഇനി എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മാസത്തെ കലണ്ടറാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ജനുവരി 31 വരെ ഉണ്ടല്ലോ, അതുകൊണ്ട് 1 മുതൽ 31 വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ നിസ്കാരങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മാസത്തിൽ ഇത്ര കുറച്ച് നിസ്കരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ജനുവരിയിൽ കുറച്ച് ദിവസമുള്ളൂ. മാക്സിമം കളാവ് കിട്ടാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ എത്രത്തോളം കളാവ് കിട്ടി നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോൾ 1 or 2 കളാവ് കിട്ടാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും കളാവ് കിട്ടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ 2 3 ഒക്കെ ഒരുമിച്ച് കളാവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത ദിവസത്തെ അതിന് നേരെയും നമുക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ടോട്ടൽ കളാവ് കിട്ടേണ്ട നിസ്കാരങ്ങളുടെ എണ്ണം ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോ പ്രത്യേകമായിട്ട് നിസ്കാരങ്ങൾ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനത് കുറക്കുന്നൊന്നുമില്ല. കാരണം ഓൾറെഡി 2000 നിസ്കാരം ഞാൻ ഇന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4856 ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് താഴെയും. ചിലപ്പം ഈ എണ്ണത്തിലൊക്കെ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. അതാണ് ഞാൻ പോർക്കെല്ലാം തേടാൻ വേണ്ടി പറയുന്നത്. ഇനി ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് ചില ദിവസം നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കളാവ് കിട്ടേണ്ട ഓരോ നിസ്കാരങ്ങൾക്കും വ്യത്യാസം വരും. ഇപ്പോൾ നമുക്ക് ലോറ് നിസ്കരിച്ചു അസർ നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല, കളാവ് കിട്ടാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് അടുത്ത മാസത്തിലേക്ക് ഈ നിസ്കരിച്ച നിസ്കാരങ്ങൾ കുറക്കുമ്പോൾ ഈ അടുത്ത മാസത്തിലേക്ക് ഓരോ നിസ്കാരത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കള്ളി ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കുറച്ച് കിട്ടിയ സംഖ്യ വേണം ഇനി ഓരോ നിസ്കാരത്തിൻ്റെയും നേരെ എഴുതി കൊടുത്തിട്ട് അടുത്ത മാസത്തിൽ അതായത് ഫെബ്രുവരിയിലേക്ക് നമുക്ക് എഴുതി കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കള്ളി നിങ്ങൾ മറക്കാതെ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ.
എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ജനുവരി 22-ാം തീയതിയാണ്. ഞാൻ ഇത് ജനുവരിക്ക് മുന്നേ ഇടാൻ വിചാരിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പ്രാരബ്ധം കാരണം എനിക്ക് നീണ്ടു പോയിന്ന് മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വർഷത്തെ നിസ്കാരം മുഴുവനായിട്ട് തന്നെ കള ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കണക്കൂട്ടി നോക്കാൻ എളുപ്പമാണ്. ജനുവരി 22 ആയിട്ടുള്ളൂ. ഈ ഒരു മാസത്തെ നിസ്കാരം നിങ്ങൾ വേഗത്തിൽ തന്നെ കളാവ് വീട്ടെടുക്കുക. കള ആയിട്ടുണ്ടെങ്കിൽ കളാവ് വീട്ടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇനി മുതൽ നമ്മൾ കളാവ് വീട്ടില്ല എന്ന് നല്ലോണം മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ശരിക്കും കള എന്ന് പറഞ്ഞ സംഭവം ഇസ്ലാമിലില്ല. നമ്മൾ ആ നിസ്കാരത്തിൻ്റെ ആ നേരത്തെ നമ്മൾ നിസ്കരിച്ചതെന്നാണ്. പക്ഷേ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് കളായി പോയത് കളാവ് വീട്ടാന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഏതായാലും ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 300 അല്ലെങ്കിൽ ഒരു 400 നിസ്കാരങ്ങൾ നമുക്ക് കളാവ് വീട്ടാനായിട്ട് പറ്റണം. ഞാൻ എന്തായാലും വിചാരിക്കുന്നത് ഒരു 500 ആണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് 500 നിസ്കാരം, 500 ദിവസത്തെ നിസ്കാരം, 500 വക്തല്ല 500 ദിവസത്തെ നിസ്കാരം കളാവ് വീട്ടാനായിട്ട് ശ്രമിക്കണം എന്നാണ്. അതിൽ കൂടുതൽ കളാവ് വീട്ടാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇത്രയും ഇപ്പോൾ 4000-ഓളം നമുക്ക് നിസ്കാരം കളാവ് വീട്ടാനുണ്ടായാൽ ഒരു സുമാർ കണക്കാണ്, ശരിയാണോ തെറ്റാണെന്ന് പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും അത്രയും ദിവസത്തെ നിസ്കാരം നമുക്ക് കളാവ് വീട്ട് ചിലപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന യാതൊരു ഉറപ്പില്ല. ഇന്നോ നാളെ എന്നുള്ള അറിയാതെ നമ്മൾ ഓരോരുത്തർ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളാവ് വീട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് തൗബ ചെല്ലാം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ തൗബ ചെല്ലാനുള്ള സമയമുണ്ട്. നിസ്കാരങ്ങൾ കളായി പോയതിനെക്കുറിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് നമ്മൾ നല്ലവണ്ണം തൗബ ചൊല്ലിയിട്ട് പൊറുക്കലിനെ തേടുക. എന്നിട്ട് നമ്മൾ കളാവ് വീട്ടോ. ഏത് സമയത്താണ് നമുക്ക് മരണം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. തൗബ ചെല്ലുന്നത് ഒരിക്കലും നിങ്ങൾ നീട്ടിയിട്ട് വെക്കരുത്. അതേപോലെ തന്നെ കളായി പോയ നിസ്കാരങ്ങൾ വീട്ടാനും നീട്ടിയിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ 2026 ആവുന്നതിന് മുമ്പായിട്ട് ഒരു 500 അല്ലെങ്കിൽ ഒരു 300 400 ദിവസത്തെ നിസ്കാരങ്ങൾ കളാവ് വീട്ടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ നമുക്കറിയുന്നവർ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതുപോലെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നിസ്കാരത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്ന പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദ്വായിൽ എന്നെ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.